Hi students, so we were dealing with the sexual reproduction in flowering plants in the last classes. So രണ്ടാമത്തെ ചാപ്റ്റർ ആണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇവൻറ്റ്സ്, അതായത് ഗമേറ്റുകളുടെ ഫോർമേഷനും അവയുടെ ട്രാൻസ്ഫറും അതുവരെയുള്ള ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡീൽ ചെയ്തത്. സോ now you are aware of the pollen pistil interaction, how this pollen which is transferred to the stigma of the flower reaches the ovule. അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് മെയിൽ ഗമേറ്റ്സ് എത്തുന്നത് എന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. സോ you know every pistil accepts the റൈറ്റ് ടൈപ്പ് ഓഫ് പോളൻ. റോങ് ടൈപ്പ് പോളനെ റിജക്റ്റ് ചെയ്യാനും റൈറ്റ് ടൈപ്പ് പോളനെ അക്സെപ്റ്റ് ചെയ്യാനും പിസ്റ്റലിന് കഴിവുണ്ട് എന്ന് നിങ്ങൾക്ക് പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ എന്ന ആ ഭാഗത്തിലൂടെ മനസ്സിലായിട്ടുണ്ട്. ഇനി ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള, അതായത് ഓരോ തരം സസ്യങ്ങളിലും അവയുടെ പോളിനേഷൻ, ഇഫ് ദേ ആർ ഫോർ സെൽഫ് പോളിനേഷൻ അവരുടെ റോങ് ടൈപ്പ് ഏതാണ്, അവരുടെ റൈറ്റ് ടൈപ്പ് ഏതാണ്, കോമ്പാറ്റബിൾ ഏതാണ്, ഇൻകോമ്പാറ്റബിൾ ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഒരു പിസ്റ്റലിന് ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു പോളനെ കോമ്പാറ്റബിൾ ആക്കി മാറ്റാൻ സാധിക്കുമോ? നാച്ചുറലായിട്ട് റിജക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു പോളനെ ഒരു പിസ്റ്റലിനെ കൊണ്ട് ആ പിസ്റ്റലിനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യലി പ്ലാന്റ് ബ്രീഡേഴ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള പോളനെ എന്ത് ചെയ്യാൻ സാധിക്കും? ചില പ്രത്യേക തരം കെമിക്കൽസിൻ്റെ സഹായത്തോടു കൂടി കോമ്പാറ്റബിൾ ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റിയിട്ട് എന്തായിരിക്കും അങ്ങനെ മാറ്റേണ്ട ആവശ്യം എന്തായിരിക്കും? പ്ലാന്റ് ബ്രീഡേഴ്സ് എന്തിനായിരിക്കും അങ്ങനെ ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിനെ കോമ്പാറ്റബിലിറ്റി ഉള്ളതാക്കി മാറ്റുന്നത്? ഹൈബ്രിഡ് വെറൈറ്റീസ്, അതായത് സങ്കര ഇനങ്ങൾ, വ്യത്യസ്തങ്ങളായ വളരെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചേർന്നിട്ടുള്ള ഹൈബ്രിഡുകളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയകളിൽ ഇങ്ങനെ നമ്മൾ ഇൻകോമ്പാറ്റബിൾ പോളനെയും കോമ്പാറ്റബിൾ ആക്കി മാറ്റാറുണ്ട്. സോ എന്താണ് ഹൗ വി ക്യാൻ പ്രൊഡ്യൂസ് ഹൈബ്രിഡ്സ്? നമ്മുടെ വരുന്ന ചാപ്റ്ററുകളിൽ വളരെ വ്യക്തമായിട്ട് നമുക്കതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ബ്രീഡിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതെന്നൊക്കെ. ബട്ട് ഹിയർ വി ക്യാൻ ജസ്റ്റ് ലുക്ക് ഓൺ വാട്ട് ഇസ് ഹൈബ്രിഡൈസേഷൻ ആൻഡ് ഹൗ വി ക്യാൻ റേസ് ഹൈബ്രിഡ്സ്. ഡിസൈറബിൾ ആയിട്ടുള്ള സ്വഭാവങ്ങൾ, വ്യത്യസ്ത ചെടികൾക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ടാകും. അതിൽ ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള സ്വഭാവമുള്ള ഹൈബ്രിഡ് വെറൈറ്റീസിനെ, സങ്കര ഇനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഹൈബ്രിഡൈസേഷൻ. പ്രകൃതിയിൽ അത്തരം ഹൈബ്രിഡൈസേഷൻ നാച്ചുറലായിട്ട് സംഭവിക്കാറുണ്ട്. ബട്ട് ഇഫ് വി ആർ ഡൂയിങ് ഇറ്റ് ആർട്ടിഫിഷ്യലി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള അനുകൂല സ്വഭാവങ്ങളുള്ള സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത്തരം പ്രോസസ്സിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്നാണ് പറയാറ്. സോ ഇറ്റ് ഈസ് ദ ക്രോസിംഗ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്പീഷീസ് ആൻഡ് ഓഫൺ ഡിഫറെൻറ്റ് ജനറ ടു കമ്പൈൻ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ടു പ്രൊഡ്യൂസ് കമേഴ്ഷ്യലി സുപ്പീരിയർ വെറൈറ്റീസ്. അതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്നാൽ നമുക്ക് അനുകൂലമായ സ്വഭാവ സവിശേഷതയുള്ള സസ്യങ്ങളെ
വികസിപ്പിക്കുന്നതിന് വ്യത്യസ്ത സ്പീഷീസുകളെയോ അല്ലെങ്കിൽ വ്യത്യസ്ത ജനറായിൽപ്പെട്ട സസ്യങ്ങളെയോ പോലും ഒരുമിപ്പിച്ച് പുതിയ ജീവികളെ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. So let us look what are the steps of artificial hybridization. The first one is selection of parents. Desirable, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ വികസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ വി ഹാവ് ടു സെലക്ട് ദ പാരൻസ്. സെലക്ഷൻ ഓഫ് പാരൻസ് ഉദ്ദേശിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻസ് വിത്ത് ഡിസയേർഡ് ക്യാരക്ടേഴ്സ് ആർ സെലക്ടഡ് ഫോർ ഹൈബ്രിഡൈസേഷൻ. 2 plants will be selected, one as the male parent and the other as the female parent. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ ഒന്നാമത്തെ ഘട്ടം പാരൻസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇഫ് ദ ഫീമെയിൽ പാരൻറ്റ്, നമ്മൾ സെലക്ട് ചെയ്ത ഫീമെയിൽ പാരൻറ്റ് ബൈസെക്ഷുവൽ ആണെങ്കിൽ ദ ഫ്ലവർ ഇൻ ദാറ്റ് പ്ലാന്റ് ഹാവ് ബോത്ത് സെക്സ് ഓർഗൻസ്. അതിൽ നിന്നും മെയിൽ സെക്സ് ഓർഗനായ ആന്തറിനെ മാറ്റേണ്ടി വരും. എന്തിനായിരിക്കും അത്? അതെ, ബൈസെക്ഷുവൽ ഫ്ലവർ ആണെങ്കിൽ സെൽഫ് പോളിനേഷനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പോളൻ അതിൽ തന്നെ പതിക്കില്ലേ? അത് ഒഴിവാക്കാനായിട്ട്, ആ സെൽഫ് പോളിനേഷൻ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം? അതിലെ ആന്തർ മെച്യൂർ ആകുന്നതിന് മുന്നേ തന്നെ, ആന്തർ പൊട്ടി പോളൻ പുറത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ അതിലെ ആന്തറിനെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്ലവർ ബഡായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെടിയിൽ നിർത്തിയിട്ട് വളരെ പതിയെ അതിനകത്തുള്ള ആന്തറിനെ ഒരു ഫോസപ്സിൻ്റെ സഹായത്തോടു കൂടി റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ഒരു ബൈസെക്ഷുവൽ പാരൻ്റ് ആണെങ്കിൽ, ഫീമെയിൽ പാരൻ്റായിട്ട് നമ്മൾ എടുത്തത് ബൈസെക്ഷുവൽ ഫ്ലവർ ആണെങ്കിൽ അതിൽ നിന്നും ആന്തറിനെ മെച്യൂരിറ്റിക്ക് മുന്നേ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ സെക്കൻഡ് സ്റ്റെപ്പായ എമാസ്കുലേഷൻ. സോ what is emasculation? How can we define emasculation? If the female parent selected is bisexual, the anther should be removed from the flower bud before the dehiscence of anther. The process can be done by using forceps, and the process is referred as emasculation. So emasculation എന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എമാസ്കുലേഷൻ എന്ന ഈ പ്രക്രിയ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യുക? ഇത്തരത്തിൽ എമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവേഴ്സിനെ, ഫ്ലവർ ബഡ്സിനെ നമ്മൾ ബട്ടർ പേപ്പർ കൊണ്ട് നിർമ്മിച്ച ഒരു ബാഗ് കൊണ്ട് കവർ ചെയ്യും. ദ എമാസ്കുലേറ്റഡ് ഫ്ലവേഴ്സ് ആർ കവേർഡ് വിത്ത് ബാഗ് ഓഫ് സ്യൂട്ടബിൾ സൈസ് മെയ്ഡ് ഓഫ് ബട്ടർ പേപ്പർ. എന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? യെസ്, ഈ ഫ്ലവർ അല്ലെങ്കിൽ ഈ പ്ലാന്റ് നിൽക്കുന്നത് എവിടെയാണ്? ഒരു ഓപ്പൺ സ്പേസിലാണ്. അവിടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് പോളൻ ഗ്രെയിൻസ് അതിൽ പതിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത മെയിൽ പാരൻറ്റിലെ പോളനാണ് അതിൽ പതിക്കേണ്ടത്. അതൊരു പക്ഷേ സാധ്യമല്ലാതെ വരും. കാരണം മറ്റേതെങ്കിലുമൊക്കെ പോളൻ വീണിട്ടത് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് വി ഹാവ് ടു കവർ ഇറ്റ് വിത്ത് എ ബാഗ്, ആൻഡ് ദിസ് പ്രോസസ് ഈസ് ബാഗിങ്. ആൻഡ് സോ ദിസ് ഇസ് ദ തേർഡ് സ്റ്റെപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഒന്നുകൂടെ സ്റ്റെപ്പിലേക്ക് തിരിച്ചു നോക്കൂ. First one was the selection of parents, and the second one emasculating, and the third one is bagging. Bagging കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? പോളൻ മെച്യൂർ ആകുന്ന സമയത്തേക്ക്, അതായത് മെയിൽ പാരൻറ്റിൽ പോളൻ മെച്യൂർ ആവുകയും ഫീമെയിൽ പാരൻ്റായി നമ്മൾ ബാഗ് ചെയ്ത് നിർത്തിയ ഫ്ലവർ സ്റ്റിഗ്മ റിസപ്റ്റീവ് ആകുകയും ചെയ്യുന്ന സമയത്ത് മെയിൽ പാരൻറ്റിൽ നിന്ന് കളക്ട് ചെയ്ത പോളൻ ഗ്രെയിനിനെ എവിടേക്ക് ഡസ്റ്റ് ചെയ്യണം? അതെ, നമ്മൾ ഫീമെയിൽ പാരൻ്റായിട്ട് എടുത്ത് ബാഗ് ചെയ്ത് വെച്ചില്ലേ, ആ ഫ്ലവറിലേക്ക് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അവിടെ അത് ഡസ്റ്റ് ചെയ്യുമ്പോൾ വി ആർ ഡൂയിങ് ഇറ്റ് ഇൻ ദ ആർട്ടിഫിഷ്യൽ മെത്തേഡ്, ആൻഡ് സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് എന്താ? ബാഗിങ് കഴിഞ്ഞാൽ മെയിൽ പാരൻറ്റിൽ നിന്ന് നമ്മൾ പോളൻ കളക്ട് ചെയ്യുന്നു. ആ പോളനെ എവിടേക്ക് ഡസ്റ്റ് ചെയ്യാണ്? ഫീമെയിൽ പാരൻറ്റിൻ്റെ സ്റ്റിഗ്മയിലേക്ക് ഡസ്റ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ ആർട്ടിഫിഷ്യലി അതിനെ പോളിനേറ്റ് ചെയ്യുകയാണ്. എഗെയിൻ വി ഹാവ് ടു റീബാഗ് ഇറ്റ്. വീണ്ടും അതിനെ എന്ത് ചെയ്യാണ്? വീണ്ടും നമ്മൾ ആ ബാഗ് ചെയ്ത് തന്നെ വെക്കും. കാരണം ഒരു രീതിയിലും എന്തുണ്ടാകരുത്? മറ്റു പോളൻ വീണിട്ട് കണ്ടാമിനേഷൻ ഉണ്ടാകരുത്. The last step is that we are allowing the plant, the flower to produce the fruits, and from that fruits we collect the seeds
and developing the new plants. So this is the step, these are the steps which are involved in artificial hybridization. First we have to select the parents, we have to emasculate the female parent if it is bisexual, and have to bag it for preventing contamination from other pollen. We have to artificially pollinate it, and then the seeds can be collected from the fruits developed in the female plant. ഇനി ഫീമെയിൽ പ്ലാന്റ് ആയിട്ട് നമ്മൾ എടുത്ത പ്ലാന്റ് യൂണിസെക്ഷുവൽ ആണെങ്കിലോ, അതായത് പിസ്റ്റുലേറ്റ് ഫ്ലവേഴ്സ് മാത്രമുള്ളതാണെങ്കിലോ ഈ എമാസ്കുലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? ബൈസെക്ഷുവൽ ആണെങ്കിൽ മാത്രമാണ് എന്ത് വേണ്ടി വരുന്നത്? എമാസ്കുലേഷൻ എന്ന പ്രോസസ്സ് വേണ്ടി വരുന്നത്. അതായത് സെൽഫ് പോളിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക? എമാസ്കുലേറ്റ് ചെയ്യുന്നത്. എന്തായാലും ഹൈബ്രിഡൈസേഷൻ എന്ന ഈ പ്രക്രിയയെക്കുറിച്ചും അതിൻ്റെ വളരെ വിശദമായ ഈ സ്റ്റെപ്പുകളുടെ വളരെ വിശദമായ പ്രക്രിയകളെക്കുറിച്ചും ഒക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റുകൾ, അതായത് ആൻജിയോസ്പേം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പേംസിലെ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റുകളെല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെയാണ് മെയിൽ ഗമേറ്റ് ഓവ്യൂള് വരെ എത്തുന്നത്? ഓവ്യൂളിൽ എത്തിക്കഴിഞ്ഞാൽ it enters into the embryo sac through the micropyle guided by the filiform apparatus. ഇനി എന്താണ് സംഭവിക്കുക? What is the next step? Yes, the next step is the most important step in the sexual reproduction process, that is fertilization. The male gamete have to reach the egg for fertilization. സിനർജിഡ്സിലേക്ക് എത്തപ്പെട്ട മെയിൽ ഗമീറ്റുകൾ സിനർജിഡ്സിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫ്രം ദെയർ they move to one of the male gamete move to the polar nuclei situated in the central cell. ഒരു മെച്യൂർ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ വളരെ നന്നായിട്ട് അറിയാവുന്നവരാണ്. ചലാസൽ എൻഡിൽ ആൻറ്റിപോഡൽസ്, മൈക്രോപൈലാർ എൻഡിൽ എഗ് അപ്പാരറ്റസ്, സെൻട്രൽ പോർഷനിൽ 2 പോളാർ ന്യൂക്ലിയായി ചേർന്ന സെൻട്രൽ സെൽ, ഇങ്ങനെയുള്ള 8 ന്യൂക്ലിയസും 7 സെല്ലുകളുമുള്ള ഒരു മെച്യൂർ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ മെയിൽ ഗാമേറ്റുകൾ സിനർജിഡ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മെയിൽ ഗാമേറ്റ്, one of them reaches the polar nuclei. You know, the central cell which have 2 polar nuclei, central cell have 2 polar nuclei, each of them are haploid. And one of the male gamete reaches the polar nuclei, fuses with them. That means 3 nucleus are fusing there. 2 polar nuclei and 1 male gamete. അവിടെ 3 ന്യൂക്ലിയസുകളുടെ ഫ്യൂഷൻ ഒരേ സമയം നടക്കുകയാണ്. 2 പോളാർ ന്യൂക്ലിയായി, ഈച്ച് പോളാർ ന്യൂക്ലിയായി ഹെപ്ലോയിഡ് ആൻഡ് ദ മെയിൽ ഗാമേറ്റ് ഇസ് ഓൾസോ ഹെപ്ലോയിഡ്. ഇങ്ങനെ പ്ലോയിഡിയുള്ള 3 ന്യൂക്ലിയസുകളുടെ ഫ്യൂഷൻ അവിടെ നടക്കുകയാണ്. ആൻഡ് വി കോൾ സച്ച് ഫ്യൂഷൻ ആസ് ട്രിപ്പിൾ ഫ്യൂഷൻ. 1 male gamete fuses with the 2 polar nuclei present in the central cell of the embryo sac and forms triploid primary endosperm nucleus. അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ്, അവിടെ ഈ 3 ന്യൂക്ലിയസുകളുടെയും ഫ്യൂഷനായിട്ടുണ്ടാകുന്ന റിസൾട്ടൻറ്റ്, ഇറ്റ് ഈസ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഇൻ ഷോർട്ട് നമ്മളതിനെ പെൻ എന്ന് പറയും. As this involves the fusion of 3 haploid nuclei, it is termed as triple fusion. ഇപ്പോൾ എംബ്രിയോ സാക്കിനകത്ത് ഒരു മെയിൽ ഗാമീറ്റ് എന്തിൽ പങ്കെടുക്കുകയാണ്? ട്രിപ്പിൾ ഫ്യൂഷനിൽ പങ്കെടുക്കുകയാണ്. വാട്ട് ഹാപ്പൻസ് ടു ദ സെക്കൻഡ് മെയിൽ ഗാമീറ്റ്? ഇറ്റ് ഫ്യൂസസ് വിത്ത് ദ എഗ് ഇൻ ദ എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസിലെ എഗ്ഗുമായിട്ട് ഒരു മെയിൽ ഗാമീറ്റ് ഫ്യൂസ് ചെയ്യുന്നു. So the fusion of the other male gamete with egg inside the embryo sac produces diploid zygote. എന്താ അങ്ങനെ മെയിൽ ഗമേറ്റും എഗ്ഗും ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറഞ്ഞിരുന്നത്? എന്താ അതിൻ്റെ പേര്? യെസ്, ഇറ്റ് ഈസ് സിംഗമി. Zingamy is the fusion of male gamete with egg to produce
diploid zygote. നോക്കൂ, ആ എംബ്രിയോ സാക്കിനകത്ത് 2 ഫ്യൂഷൻ ഒരേ സമയത്ത് നടക്കുകയാണ് അല്ലേ. ഒരു മെയിൽ ഗാമീറ്റ് പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്തു. അവിടെ 3 ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷൻ നടന്നതുകൊണ്ട് വി ടേംഡ് ഇറ്റ് ആസ് ട്രിപ്പിൾ ഫ്യൂഷൻ. മറ്റൊരിടത്ത് മെയിൽ ഗാമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തു. അവിടെ ഇറ്റ് ഈസ് സിംഗമി. സോ the 2 fusions, zygamy and triple fusion, occurs inside the embryo sac of an angiosperm ovule during fertilization, and hence it is known as double fertilization. ആൻജിയോസ്പേമിൻ്റെ വളരെ യുണീക്കായിട്ടുള്ള ഒരു സവിശേഷതയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. എന്തായിരിക്കും ഡബിൾ ഫെർട്ടിലൈസേഷൻ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ആൻജിയോസ്പേമിൻ്റെ എംബ്രിയോ സാക്കിൽ നടക്കുന്ന ഫെർട്ടിലൈസേഷനെ. വൈ ഇറ്റ് ഇസ് നോൺ എസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? ബിക്കോസ് 2 male gametes are involved. One fuses with the central cell and the other fuses with the egg. The central cell contains 2 polar nuclei. It is termed as triple fusion, and the other male gamete which fuses with the egg results in zygamy. So zygamy and triple fusion together constitutes double fertilization, and double fertilization is a unique feature of angiosperm fertilization. So you have seen the fertilization events is over. Fertilization കഴിഞ്ഞു angiospermsila. So what is the next? Yes, the next step is post fertilization events. എന്തൊക്കെയായിരിക്കും പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻസിൽ സംഭവിക്കുക? നിങ്ങൾക്കറിയാം, ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോഡക്ട്സ് കിട്ടി. ഫെർട്ടിലൈസേഷൻ്റെ പ്രോഡക്റ്റായിട്ട് സൈഗോട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനി ആ സൈഗോട്ട് പുതിയ സസ്യമായിട്ട് മാറണം. യു ആർ വെരി ഫെമിലിയർ വിത്ത് ദ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ സൈഗോട്ട്. സോ നമുക്ക് നോക്കാം, ആൻജിയോസ്പേം പ്ലാന്റ്സിൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻസിൽ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന്. മെയിൻലി the development of endosperm and embryo. The embryo development ഉണ്ടാവണം, endospermൻ്റെ development ഉണ്ടാവണം. The ovule should develop into seed. Ovule എന്തായിട്ട് മാറണം? Ovule seed ആയിട്ട് മാറണം. Ovary എന്തായിട്ട് മാറണം? Ovary fruit ആയിട്ട് മാറണം. So these are the 4 post fertilization events that have to occur in the case of angiosperm reproduction. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കൂ. ദിസ് ഇസ് a flow chart representing the main events that occur inside the embryo sac during fertilization and what happens to the products after post fertilization events. The male gamete is haploid. The central cell have 2 polar nuclei, both of them are haploid. So the polar nuclei is N plus N, male gamete is N, and so it results in the formation of primary endosperm nucleus which is triploid, and the primary endosperm nucleus develops into primary endosperm cell which undergo division continuously to form the endosperm which is again triploid. On the other hand, the male gamete which is haploid fuses with the egg, that is also haploid, and the male gamete and the egg fusion results in the formation of zygote which is diploid, and the zygote develops into embryo, and the embryo develops into new plant. So from this it is clear that the primary endosperm nucleus develops into endosperm and the zygote develops into new plant. So now we can discuss the formation of endosperm in angiosperms. Which will occur first? Endosperm development or embryo development? ഏതായിരിക്കും ആദ്യം ഉണ്ടാവുക? എൻഡോസ്പേമിൻ്റെ ഡെവലപ്മെൻ്റ് ആണോ എംബ്രിയോയുടെ ഡെവലപ്മെൻ്റ് ആണോ? നമുക്ക് നോക്കാം. എന്താണ് എൻഡോസ്പേം? So the primary endosperm cell divides continuously to form the endosperm tissue. എന്താണ് ഈ എൻഡോസ്പേം ടിഷ്യൂവിൻ്റെ പ്രത്യേകത എന്നറിയോ? നമ്മൾ സെൻട്രൽ സെല്ലും മെയിൽ ഗമേറ്റും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്
പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് ഉണ്ടായതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് പ്രൈമറി എൻഡോസ്പോം സെല്ല് ഒരു എൻഡോസ്പോം ടിഷ്യൂ ആയിട്ട് മാറുമ്പോൾ that provides the nutrition for the developing embryo. എൻഡോസ്പോം ടിഷ്യൂവിലെ ഓരോ സെല്ലും റിസർവ് ഫുഡ് മെറ്റീരിയൽ നിറഞ്ഞതാണ്. ഇറ്റ് നറിഷസ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ. ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയെ അല്ലെങ്കിൽ ഭ്രൂണത്തിന് ആവശ്യമായ ആഹാരം നൽകുക എന്നുള്ളതാണ് എൻഡോസ്പോം ടിഷ്യൂവിൻ്റെ ധർമ്മം. അപ്പം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഏതായിരിക്കും ആദ്യം നടക്കുക? എൻഡോസ്പോം ഡെവലപ്മെൻ്റ് ആണോ എംബ്രിയോ ഡെവലപ്മെൻ്റ് ആണോ? തീർച്ചയായിട്ടും ആദ്യം നടക്കുന്നത് ഏതായിരിക്കും? എൻഡോസ്പോമിൻ്റെ ഡെവലപ്മെൻ്റ് ആയിരിക്കും. ആഹാരം ആണ് ആ എൻഡോസ്പോം. എംബ്രിയോയ്ക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ആഹാരമാണ് എൻഡോസ്പോം ടിഷ്യൂ. ഇത്തരത്തിൽ എൻഡോസ്പോമിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രൈമറി എൻഡോസ്പോം സെല്ല് തുടർച്ചയായിട്ട് വിഭജിച്ചാണ് എൻഡോസ്പോം ടിഷ്യൂ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. വളരെ കോമൺ ആയിട്ട് സസ്യങ്ങളിൽ കാണുന്ന ഒരു ടൈപ്പ് എൻഡോസ്പോം ഡെവലപ്മെൻറ്റിനെ നമ്മൾ ഫ്രീ ന്യൂക്ലിയർ ടൈപ്പ് ഡെവലപ്മെൻറ്റ് ഓഫ് എൻഡോസ്പോം എന്നാണ് പറയാറുള്ളത്. എന്താണ് ഫ്രീ ന്യൂക്ലിയർ? വാക്ക് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ the primary endosperm nucleus undergoes successive nuclear divisions to give rise to a number of nuclei. ധാരാളം ന്യൂക്ലിയൈകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന രീതിയിൽ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് വിഭജിച്ചുകൊണ്ടേയിരിക്കും. ഏതായിരിക്കും ഡിവിഷൻ? മിയോസിസ് ആണോ? അല്ല, മൈറ്റോസിസ് തന്നെ. മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും. പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സെൽ ഡിവിഷൻ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം ന്യൂക്ലിയർ ഡിവിഷൻ, അത് കഴിഞ്ഞാൽ ഉടനെ സെൽ വാൾ ഫോർമേഷൻ ഉണ്ടായിട്ടാണ് സെൽ ഉണ്ടാവുക അല്ലേ? സൈറ്റോകൈനസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ അതിൻ്റെ കൂടെ നടക്കണം. പക്ഷേ ഇവിടെ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പോം ഫോർമേഷനിൽ ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്യാം. ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് ധാരാളം ന്യൂക്ലിയസ് ഉണ്ടാവുക. അത്തരത്തിൽ ന്യൂക്ലിയസ് കുറേ ഉണ്ടാവും. പലതരം സസ്യങ്ങളിൽ നമ്പർ ഓഫ് ന്യൂക്ലിയായി ഉണ്ടാകുന്നതിന് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. കുറേ ന്യൂക്ലിയായി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് വളരെ പതിയെ അതിൻ്റെ പെരിഫറൽ റീജിയണിൽ, എംബ്രിയോസാക്കിൻ്റെ പെരിഫറൽ റീജിയണിലേക്ക് ഇവ സെല്ലുലാറായിട്ട് മാറുള്ളൂ. അതായത് ആദ്യം ന്യൂക്ലിയസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൻ്റെ സെൽ വാൾ ഫോർമേഷൻ ഉണ്ടാകുന്ന പ്രോസസ്സ് കുറേ സമയത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് നാളിന് ശേഷം മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ എൻഡോസ്പോം ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പോം ഫ്രീ ന്യൂക്ലിയർ ടൈപ്പ് ഓഫ് എൻഡോസ്പോം എന്ന് പറയാറുള്ളത്. ദ നമ്പർ ഓഫ് ഫ്രീ ന്യൂക്ലിയൈ ഫോംഡ് ബിഫോർ സെല്ലുലറൈസേഷൻ വേരീസ് ഗ്രേറ്റ്ലി ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. വ്യത്യസ്തങ്ങളായ സസ്യങ്ങളിൽ ഈ ഉണ്ടാകുന്ന ന്യൂക്ലിയൈകളുടെ എണ്ണം വളരെ വ്യത്യസ്തമായിരിക്കും, ഒരേപോലെ ആയിരിക്കില്ല. വ്യത്യസ്ത തരങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത എണ്ണത്തിലുള്ള ന്യൂക്ലിയൈ ആയിരിക്കും ഉണ്ടാവുക. എങ്ങനെയാണ് ഈ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പോം ഉണ്ടാകുന്നതെന്ന് നമുക്ക് വളരെ സുപരിചിതമായ ഒരു സസ്യത്തിൻ്റെ എൻഡോസ്പോം ഫോർമേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കാം. നമ്മുടെ വീട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള സാധനമാണ് തേങ്ങ, കോക്കനട്ട് അല്ലേ? കരിക്ക് നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. കരിക്ക് കുടിച്ചിട്ടില്ലാത്തവരുണ്ടായില്ല എന്ന് തോന്നുന്നു. ഇതിനകത്ത് നിങ്ങൾ ആ കരിക്കിനകത്ത് കാണുന്ന ലിക്വിഡ് പാർട്ട് വളരെ മധുരമായ അല്ലേ, വളരെ സ്വാദിഷ്ടമായ ഒരു, നമുക്കെല്ലാം വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. ആ ലിക്വിഡ് പാർട്ട് ഇറ്റ് ഈസ് ദ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പോം. എന്താണ്? ടെൻഡർ കോക്കനട്ടിലെ കരിക്കിലുള്ള വെള്ളമില്ലേ, ദാറ്റ് ഈസ് ദ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പോം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കരിക്ക് ഒരിച്ചിരി കൂടെ വലുതായി കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം അല്ലേ, തേങ്ങയുടെ ആ ചുവരിലെ അല്ലെങ്കിൽ ആ ചിരട്ടയുടെ ഭാഗത്തേക്ക് എന്തുണ്ടാകാൻ തുടങ്ങും? അതെ, തേങ്ങയുടെ കേണൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കൊപ്ര എന്ന് പറയുന്ന ഭാഗം ആ സൈഡിലേക്ക് ഉണ്ടാകാൻ തുടങ്ങും. ദാറ്റ് മീൻസ് സെല്ലുലറൈസേഷൻ സ്റ്റാർട്ട്സ് ദെയർ. ലിക്വിഡ് എൻഡോസ്പോം ആയിട്ട് നിൽക്കുന്നത് ഫ്രീ ന്യൂക്ലിയർ ഫോമിലുള്ള എൻഡോസ്പോം ടിഷ്യൂസാണ്. അത് പെരിഫറിയിലേക്ക്
സെൽ വാൾ ഫോം ചെയ്തിട്ട് എന്തായിട്ട് മാറുകയാണ്? സെല്ലുലാറായിട്ട് മാറാൻ തുടങ്ങുകയാണ്. ഇനി തേങ്ങ കുറച്ചും കൂടെ വലുതായാലോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ മെച്യൂർ ആയാലോ, വെള്ളത്തിൻ്റെ അളവ് കുറയുകയാണ് അല്ലേ. അതിനകത്തുള്ള ലിക്വിഡ് എൻഡോസ്പേമിൻ്റെ അളവ് കുറയും. പകരം എന്ത് എൻഡോസ്പേമിൻ്റെ അളവ് കൂടും? സെല്ലുലാർ എൻഡോസ്പേമിൻ്റെ അളവ് കൂടും. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കരിക്കിൻ്റെ വെള്ളവും തേങ്ങയ്ക്കകത്ത് കാണുന്ന ആ സെല്ലുലാർ പാർട്ടും എംബ്രിയോയ്ക്ക് വളരാൻ ആവശ്യമായിട്ട് നറിഷ്മെൻറ്റ് നൽകുന്നതിനുള്ള ടിഷ്യൂസാണ്. So it is the endosperm of coconut. In coconut, the wall formation remains incomplete. So അതുകൊണ്ടാണ് അതിനകത്ത് ലിക്വിഡ് കണ്ടൻറ്റ് മെച്യൂരിറ്റി എത്തിയാലും അതിനകത്ത് ലിക്വിഡ് കണ്ടൻറ്റ് ഉണ്ടാകുന്നത്. പക്ഷേ കോക്കനട്ടിലേതുപോലെ തന്നെയാണ് അടയ്ക്കാമരം അല്ലേ. അടയ്ക്കയ്ക്കകത്ത് സോളിഡ് ആയിട്ട് മാറും എൻഡോസ്പേം. അതിനകത്ത് ലിക്വിഡ് പാർട്ടില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ എൻഡോസ്പേം മുഴുവനായിട്ടും എംബ്രിയോ ഡെവലപ്മെൻറ്റിന് മുമ്പ് ചില സസ്യങ്ങളിൽ എൻഡോസ്പേം ഉപയോഗിച്ച് തീർന്നു പോകും. അതായത് സീഡ് ജെർമിനേഷൻ വരെ, അതായത് വിത്ത് മുളയ്ക്കുന്നത് വരെ ചില സസ്യങ്ങളിൽ എൻഡോസ്പേം ഉണ്ടാകാറില്ല. അത്തരത്തിൽ ചില സസ്യങ്ങളാണ് പയറും ഗ്രൗണ്ട്നട്ടുമൊക്കെ. അതേസമയം മറ്റ് ചില സസ്യങ്ങളിൽ മെച്യൂർ സീഡ് ആകുന്നത് വരെയും, വിത്ത് മുളച്ച് ചെടിയായി മാറുന്നത് വരെയും എൻഡോസ്പേം പെർസിസ്റ്റ് ചെയ്യാറുണ്ട്. അത്തരം സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് കാസ്റ്റർ. കാസ്റ്റർ എന്താണ്? ആവണക്ക്, കോക്കനട്ട്. ഓക്കെ, അത്തരം സസ്യങ്ങൾ, അതായത് വിത്ത് മുളച്ച് ചെടിയാകുന്നത് വരെ എൻഡോസ്പേം പെർസിസ്റ്റ് ചെയ്യുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ആവണക്കും കോക്കനട്ടും ഒക്കെ. ഇനി തുടർ പ്രവർത്തനങ്ങളായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. You have studied about the free nuclear type of endosperm formation in plants. Collect information about other types of endosperm formation. Free nuclear type of endosperm formation ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സസ്യങ്ങളിൽ എൻഡോസ്പേം ഉണ്ടാകുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. മാത്രമല്ല, also find out whether endosperm is persistent in cereals. ധാന്യങ്ങളില്ലേ, നമ്മൾ കഴിക്കുന്ന ചോറ്, ഗോതമ്പ്, ബാർലി തുടങ്ങിയവയിലൊക്കെ എൻഡോസ്പേം പെർസിസ്റ്റൻ്റ് ആണോ, അതോ വിത്ത് പാകമാകുന്നതിന് മുമ്പ് അവ ഉപയോഗിച്ച് തീരുമോ എന്നുകൂടി കണ്ടുപിടിക്കുക. ഈ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ പതിവ് പോലെ നിങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളതുപോലെ നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ രേഖപ്പെടുത്തുക, ടീച്ചറോട് ഡിസ്കസ് ചെയ്യുക. Thank you.